തേസൂല് ആദ്യം നിന്ന പമ്പാട്ടത്. അപ്പോ കഹോ അതേമാതിരി കിബത്തൂലൊക്കെ പോയതിന് ശേഷം ഡോങ്ങില് വന്ന് താമസിച്ചു ഒരു ദിവസം. പിന്നെ ഡോങ്ങിന്ന് വീണ്ടും ഇവിടെ വന്നു തേസൂല്. ഇനി ഇവിടുന്ന് മേച്ചുക്കയിലാണ് പോണത്. മേച്ചുക്കയിലേക്ക് ഇവിടുന്ന് ഏകദേശം 400ഓളം കിലോമീറ്റർ പോവാണ്ട്. അപ്പോ അടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള അരുണാചലിലെ മേച്ചുക്കയിലേക്കാണ് ഇനി പോണത്. തേജൂന്ന് മെച്ചുക്ക പോണ വഴിയാട്ടോ. ഇപ്പൊ റോഹിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഒരു 60 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ ഒരു കടയിൽ നിന്ന് പിന്നെ പൊറോട്ട കഴിക്കുകയാണ്. പൊറോട്ടക്ക് എത്രയാണോ? 30 രൂപ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. പൊറോട്ട, ചായ, പിന്നെ കടലക്കറി. അങ്ങനെ ഒരാൾക്ക് 40, രണ്ടാൾക്ക് 80 രൂപയായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ബൈ ബൈ. റോഡ് സൈഡിൽ കണ്ടില്ലേ കടുകിന്റെ പാടാട്ടോ. ഫുള്ളായിട്ട് കടുക് പാടാണ്. നല്ല മഞ്ഞ പൂക്കളായി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സ്റ്റൈലും പാടം. ഈ ഹൈ റേഞ്ച് ഭാഗങ്ങളിലൊക്കെ ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് സൈഡിലൊക്കെ അതുപോലെ കണ്ടില്ലേ ഓറഞ്ച് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും കാണാം ഓറഞ്ച് വിൽക്കാൻ വെച്ചിട്ട്. രാവിലെ ഒരു 7:30 ഓട്ടം തുടങ്ങിയതാണ്. ഇപ്പോൾ 12:30 ആയി. ഏകദേശം 200 കിലോമീറ്റർ ഓടി. ഹൈവേ വലിയ തിരക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല റോഡായതുകൊണ്ട് സുഖമായിട്ട് ഓടാൻ കഴിയും. ഇപ്പൊ ഇവിടുന്നൊരു ഹൈ റേഞ്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഹില്ല് ഏരിയ ആവും. പിന്നെ ചില സ്ഥലങ്ങളിൽ സാധാ ലെവൽ പരന്ന സ്ഥലങ്ങളാവും. ഇപ്പൊ കുറച്ച് ഹില്ലാണ്. പക്ഷെ വലിയ തിരക്കില്ലാത്ത റോഡുകളാണ് പൊതുവെ ഇവിടെയൊക്കെ. വെയിലുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസമുണ്ട്. വെയിലില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ ഇവിടെ വെയിലില്ലല്ലോ, ഇവിടെ ഭയങ്കര തണുപ്പാണ്. നല്ല ഒരു തുളച്ച് കയറുന്ന ടൈപ്പ് തണുപ്പാണ് ഇപ്പൊ ഇവിടെ. ഈ വെയിലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ തണുപ്പ് ഒന്നിട്ട് പോകുന്നു മാത്രം. ഈ ഭാഗങ്ങളിലൊക്കെ പൊതുവെ നദിയൊക്കെ ആഴം കുറവാണ്. കുറെ സ്ഥലങ്ങളിൽ ആളുകൾ വാഹനങ്ങളൊക്കെ പിന്നെ ഈ നദിക്ക് ഇറക്കി കഴുകണൊക്കെ കണ്ടു. അപ്പൊ ഇതിലൊക്കെ വരികയാണെങ്കിൽ കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അലക്കാനും അതിനൊക്കെ വെള്ളം കുറവാണ്. അലക്കിയിട്ട് ഉണക്കാനൊക്കെ ഇഷ്ടം പോലെ പാറകളുണ്ട്. പക്ഷെ ഇപ്പൊ സമയമല്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ അലക്കിയിട്ടൊക്കെ പോന്നാൽ മതി. അടുത്തൊരു ഓയിൽ ചേഞ്ചിനുള്ള ഇതായിട്ടുണ്ട്. ഏകദേശം 2500 കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിന് പറ്റിയ സൗകര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇനി അടുത്ത ടൗണിൽ പോകുമ്പോൾ ആണ് എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യാം. കാരണം നിരന്തരം ഓടുമല്ലോ. ഇപ്പം തന്നെ ഇപ്പോൾ 200 കിലോമീറ്റർ ഓടി ഒറ്റ അടിക്കന്നെ. അപ്പം അങ്ങനെ ഓടുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. ഇവിടുത്തെ മലകളൊക്കെ ഒരു പ്രത്യേക ടൈപ്പാണ്. കുത്തനുള്ള ടൈപ്പ് മലകളാണ്. കണ്ടില്ലേ ഈ മുന്നിലെ കാണുന്ന മല കണ്ടില്ലേ? നല്ല കുത്തനുള്ള ടൈപ്പ് മലകളാണ്. അവിടെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് കാറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്ട് നോക്കിയപ്പോൾ കാറ്റ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അതിൽ കാറ്റൊക്കെ അടിച്ചു. ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ വന്നപ്പോഴേക്ക് വണ്ടിക്ക് എന്തോ ഒരു ഇളക്കം. നോക്കിയപ്പോൾ കാറ്റ് പറ്റ കമ്മിയായിട്ടുണ്ട്. പമ്പ് ഉണ്ടായതുകൊണ്ട് കാറ്റടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ സ്ഥിതി അറിയില്ല. ഒന്ന് കുറച്ച് ഓടിയാലേ ഇപ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചാവോ? 2500 ഓയിൽ മാറ്റാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പം 2800 ആയി. കാരണം വരുന്ന വഴിക്ക് പിന്നെ വർക്ക്ഷോപ്പുകളൊന്നും കണ്ടില്ല. ഫുള്ള് ഹിൽ ഏരിയ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ടൗണിലെത്തി. ഇപ്പോഴാണ് ഇത് ഓയിൽ മാറ്റണത്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും പോയിട്ടിട്ട് പറഞ്ഞു ഫ്രണ്ട് ടയറിൻ്റെ അവിടെ. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റണം. ഇപ്പോൾ എത്തിയിട്ടുള്ള ആലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ആലോങ് അത്യാവശ്യം വലിയ ടൗണാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ
അങ്ങനെ ഇതിൻ്റെ ബയറിംഗ് ഒക്കെ മാറ്റിട്ടോ, ഫ്രണ്ട് ടയറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇളക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ആട്ടി നോക്കിയപ്പോൾ ചെറുതായിട്ട് ആട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി. ഏതായാലും വർക്ക്ഷോപ്പിലെത്തിയില്ലേ. ഇതിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അപ്പോൾ അത് ആ സ്ക്രൂവിൻ്റെ അതിന് വരുന്നതാണെന്ന് പറഞ്ഞത് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതൊന്ന് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓടി കഴിയുമ്പോൾ അറിയാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ഇവിടെ 700 രൂപയായത് ഓയിൽ ചേഞ്ചിങ്, അതുപോലെ അതിൻ്റെ വയറിങ്, അത് രണ്ടും കൂടി മാറ്റി. ഓയിലിന് എത്ര 400 രൂപ, സർവോൻ്റെ ഓയില്. അപ്പൊ ഇന്ന് ആലോയിലെത്തിയതിന് ശേഷം സാധാരണ പമ്പിലാണ് നിൽക്കല്. അങ്ങനെ അവിടെ പമ്പിൽ ചോദിച്ചപ്പോൾ അവിടെ കുറെ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഒരു ആർമി ക്യാമ്പ് ഉണ്ട്, അവിടെ പോയിച്ചാൽ കിട്ടുന്നത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ അലവ് ചെയ്യണില്ല. അപ്പോൾ ഇവരൊക്കെ കൂടി ആലോചിച്ചിട്ട് വേറൊരു ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ചോദിച്ചിട്ട് അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞു അവർ ഏർപ്പാടാക്കി തരുന്നതാണ്. അങ്ങനെ അത് റെഡിയായി. അപ്പോഴേക്കും വേറൊരാള് ഇവിടെ ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരാള് അതും റെഡിയായി. അപ്പോൾ ഇവിടെ ഒരു മലയാളി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് അവര് പിന്നെ എന്താ പേര് പറഞ്ഞു, സനൂപ് സാറ്, അവര് ഫുഡൊക്കെ കൊണ്ടുവന്നു. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, പിന്നെ ഒരു ഇഷ്ടം പോലെ സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എവിടെ പോകണം എന്നറിയില്ല. 2 സ്ഥലത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവര് റെഡിയാക്കിയ സ്ഥലത്ത് തന്നെ പോകണം. കാരണം ഇവരെ ഓഫീസറൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അവിടെ തന്നെ പോകണം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. ആർമി ക്യാമ്പിലാണ് ആലോയിൽ.